സാരംഗ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം, അതാണ് ആ പാലത്തിലൂടെ ഉള്ള യാത്ര. അതൊക്കെയാണ് ഇനി തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള സഹായകരമായി മാറുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ബെയിലി പാലത്തിലെ പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർണ്ണമായും ഇത്തരത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് വലിയ ട്രക്കടക്കമുള്ള വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കൊക്കെ തന്നെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വലിയ ദുരന്തം വിതച്ച മുണ്ടങ്കൈ അടക്കമുള്ള പ്രദേശത്ത് വലിയ തോതിൽ തന്നെ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുഴയിൽ വലിയ തോതിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുണ്ടങ്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരോടൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇവിടെ നിന്ന് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരോടൊപ്പം അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഇങ്ങോട്ടേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അവിടെ അപകടകരമായിട്ടുള്ളൊരവസ്ഥ തുടരുന്നുണ്ട്. കാരണം നേരത്തെ അപകടം നടന്നതുകൊണ്ട് തന്നെ പൊതുവെ ചളിമണ്ണ് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. മണ്ണിന് തീരെ ബലമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നടന്നു നീങ്ങാൻ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആളുകൾ അവിടെ നിന്ന് മാറി അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും 2 മണിക്കൂറിനകം തന്നെ, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ, പരമാവധി നമ്മളൊരു 3 മണിക്കൂറാണ് നമ്മൾ ഇതിനൊരു സമയം കാണുന്നത്. കാരണം ഏകദേശം അത്രത്തോളം ഈ ഒരു മഴയ്ക്കിടയിൽ പോലും അവർ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കനത്ത മഴയുണ്ട്, പ്രതികൂല സാഹചര്യമൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലെങ്കിലും പണിയുടെ വേഗത ചെറിയ രീതിയിൽ കുറഞ്ഞാൽ പോലും എന്തായാലും 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തോതിൽ തന്നെ ഊർജ്ജസ്വലരായിട്ടാണ് ഇവിടെയുള്ള സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ TRDFിൻ്റെയും സംഘം ഇവിടെ നിന്ന് കൃത്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട അതിദുർഘടമായിട്ടുള്ള ഭാഗങ്ങൾ, ജോലിയുടെ ഭാഗമൊക്കെ തന്നെ അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അക്ഷീണരായി കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ ജോലിയാണ്. രാവും പകലുമില്ലാതെ, മഴയും വെയിലുമില്ലാതെയാണ് ഇത്തരത്തിൽ അവർ ജോലി പൂർത്തീകരിച്ച് ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു അടിത്തറയുണ്ട്, ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ കൈവരികളും അതുപോലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംവിധാനം താങ്ങി നിർത്താനുള്ള ഏത് പ്രതികൂല കാലാവസ്ഥയെയും ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ടിനെയോ ഒരു മലവെള്ളപ്പാച്ചിലിനെ പോലും തടഞ്ഞു നിർത്താനതിന് തക്കതായിട്ടുള്ള ഒരു അടിത്തറ ഇവിടെ കെട്ടിയുയർത്തിയതിനു ശേഷമാണ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്നലെ തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പൊതുവെ ബെയിലി പാലങ്ങൾ നിർമ്മിക്കുന്ന സമയത്തൊക്കെ തന്നെ പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും ചെരിഞ്ഞ് സ്ലാൻഡ് ചെയ്തുകൊണ്ട് തരത്തിലാണ് രൂപകൽപ്പന ചെയ്യാറുള്ളത്, പിന്നീട് നിർമ്മിച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതിന് വലിയ ഒരു പരിമിതിയുണ്ട്. കാരണം ഇത്തരത്തിൽ ചൂരൽമലയിൽ വലിയ കടകൾക്കിടയിലേക്കാണ്. കാരണം ഇത്രയും വലിയ ഒരു പാലം ഘടിപ്പിച്ച് ചെറിയ കഷ്ണങ്ങൾ, ഇരുമ്പ് പൈപ്പുകളും മറ്റ് വലിയ ഇരുമ്പ് റാഡുകളും ഒക്കെ തന്നെ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം പാലത്തിൽ നിന്നും നേരെ ചെന്ന് മുട്ടുന്നത് കടകളുടെ മുൻഭാഗത്തേക്കായിരുന്നു. എന്നാലും ഇത്തരത്തിൽ ഏറ്റവും മുൻപിൽ ഗ്രില്ല് ചെയ്ത കടകളുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഗ്രില്ല് ചെയ്ത ഭാഗങ്ങൾ പൂർണ്ണമായും KCBയുടെ സഹായത്തോടെ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രി തൊട്ട് ഊർജ്ജസ്വലമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന് സൈന്യവും അതുപോലെ തന്നെ TRDFും നേതൃത്വം വഹിച്ചത്. എന്തായാലും അതിപ്പോൾ ഒരു പരിപൂർണ സമാപ്തിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൃത്യമായും രക്ഷാപ്രവർത്തനത്തിന് കാര്യമായി ഉതകുന്ന തരത്തിലുള്ള വലിയ ട്രക്കുകളും മറ്റ് വാഹനങ്ങളും ഒക്കെ തന്നെ ഈ പാലം കടന്ന് മുണ്ടക്കൈയിലെത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസാന ആളെ വരെ രക്ഷിച്ചെടുക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമ്മൾക്കുമുള്ളത്. നേരത്തെ ഹിറ്റാച്ചി അടക്കമുള്ള വാഹനങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകുന്നതിന് വലിയ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഹിറ്റാച്ചിയും ബുൾഡോസർ അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഇത്ര വലിയ ഒഴുക്കുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നേരത്തെ നമ്മൾ മകൻ അവരുടെ മാതാപിതാക്കളെ വീട് തകർന്ന് അവിടെ വെച്ച് നഷ്ടപ്പെട്ടു, രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഏറെ വേദനയോടുകൂടി നമ്മളോട് ആ വിഷമം പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ആ പരിസരത്താണ് ഇപ്പോൾ വലിയ ഹിറ്റാച്ചി നദിയിലൂടെ ഇറങ്ങി വന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഭൗതിക ശരീരം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം, ആ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന മഴ ഇപ്പോൾ ചെറിയ തോതിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ പതിയെ മാറി നിൽക്കുകയാണെങ്കിൽ, തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, മൂടൽമഞ്ഞ് വലിയ തോതിൽ ഈ ഒരു ബാധിക്കാതിരിക്കുകയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഒരു ഫുൾ സ്വിംഗ് എന്ന രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ടേക്ക് പോകും. അക്ഷയ, സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ പിന്നീടുണ്ടാകുന്ന തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രക്ഷാപ്രവർത്തനം അത് കൂടുതൽ ദ്രുതഗതിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ബെയ്ലി പാലം, ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്ന ബെയ്ലി പാലം രാജ്യത്ത് തന്നെ ആദ്യം നിർമ്മിച്ചത് കേരളത്തിലാണ്. 1996 റാന്നിയിൽ പമ്പാ നദിക്ക് കുറുകെയാണ് ആദ്യമായിട്ട് രാജ്യത്ത് ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. ഇവിടെ വയനാട്ടിൽ ഇത് 194 മീറ്റർ ദൂരത്തിലാണ് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാനാവുന്ന രൂപത്തിലുള്ള പാലമാണ് അവിടെ നിർമ്മിച്ചെടുക്കുന്നത്. ഡൽഹിയിൽ നിന്നുൾപ്പെടെ സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അതിവേഗം തന്നെ ആ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇന്നലെ രാത്രി നീണ്ടുനിന്ന നിർമ്മാണ പ്രവൃത്തിയാണ്. അതിപ്പോൾ കുറച്ചു മണിക്കൂറുകൾ, 2 മണിക്കൂർ എന്നുള്ള സമയമാണ് നേരത്തെ സൂചിപ്പിച്ചത്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുമെന്നുള്ള വിവരമാണ് സാരംഗ് സുരേഷ് അവിടെ നിന്ന് നമുക്ക് നൽകുന്നത്. അതിനുശേഷം അപ്പുറത്ത് അക്കരയ്ക്ക് പോയിട്ട് അവിടെ ഇനിയും പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. 240ഓളം മനുഷ്യന്മാർ ഇപ്പോഴും കാണാമറയത്താണെന്ന് പറയുന്നു. ഈ കണക്കുകൾ പോലും ഔദ്യോഗികമല്ല, സ്ഥിരീകരിക്കപ്പെടുന്ന കണക്കല്ല. എങ്കിലും ഒരുപാട് പേർ അവിടെയുണ്ട്.